കുറേ ആൾക്കാർക്ക് ഉണ്ടാകും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. അതിൽ ഞാൻ കണക്കാക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് 10 രൂപ കിട്ടാനുള്ള വഴി അത്രമാത്രം കൂട്ടിയാൽ മതി. ചെയ്തു അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല. ഇനി ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർജ 2002 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക പ്ലീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കുള്ള അഭിപ്രായം അത് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇഷ്ടപ്പെടുക അല്ലെങ്കിലോ ആ കമൻസിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതൊരു ലൈക്കോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ജസ്ന സലീം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജസ്ന സലീമാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് നിൽക്കുന്നതെന്ന് തോന്നുന്നില്ലേ. ഓരോ ദിവസവും ഓരോ കണ്ടന്റുമായിട്ട് ജസ്ന സലീം വരും. ജസ്ന സലീമിൻ്റെ ഇപ്പോഴത്തെ കണ്ടന്റ് എന്താണ്? ജസ്ന സലീം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൽ ജസ്ന സലീം പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു ഹിന്ദു മതാചാരങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു, അമ്പലത്തിൽ കേക്ക് കയറ്റിക്കൂടാന്ന് എനിക്കറിയില്ല. മുട്ടയില്ലാത്ത കേക്ക് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ, കേക്ക് കൊണ്ടുവരുന്നത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഹൈക്കോടതി വിധി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതും അത് ചെയ്താൽ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ജസ്നയുടെ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഗുരുവായൂർ നടയിൽ നിന്നും അവിടെ മുൻവശത്തൊന്നും ചിത്രങ്ങൾ പകർത്തരുത്, പങ്കുവെക്കരുതൊക്കെ അത് ലംഘിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവാണ് ലംഘിച്ചത്. അതിന് കേസെടുത്തിരിക്കുന്നു. താങ്കൾ ഒളിവിലാണെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാദം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് സംഭവം എന്താ വെച്ചാല്, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഒളിവിലും കാര്യങ്ങളൊന്നും അല്ല. പിന്നെന്ന് വെച്ചാല് കഴിഞ്ഞ ജൂൺ 15-ാം തീയതി ഞാൻ ഗുരുവായൂര് നടപ്പന്തലിൽ വെച്ചിട്ട് ഒരു മുട്ട ഉപയോഗിക്കാത്തൊരു കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടുന്ന് മുറിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ സമയത്ത് ഞാൻ അവിടുന്ന് മുറിച്ചത്. പക്ഷേ അതിൽ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് വാദം തുടങ്ങി എല്ലാവരും. അതിന് മുമ്പേന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ തന്നെ, കുറച്ച് സ്ത്രീകൾ എന്ന് പറയാം, ഇവരെന്നെ ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ നിരപരാധിത്വം എന്റെ സൈഡ് ഞാൻ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ അവിടെ ഫോട്ടോ സമർപ്പിക്കാൻ പോയ സമയത്ത് എന്റെ കൂടെ വന്ന ആളും അവിടെ നിന്നൊരു വ്യക്തിയും തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. അതിൽ ഞാൻ ഒരു പങ്കാളിയല്ല, ഞാൻ അതിൽ അത് അവിടെ ഉണ്ട് എന്നല്ലാതെ ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അപ്പൊ അതും വെച്ച് ഈ കേക്ക് മുറിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ ഹൈക്കോടതിയിലേക്ക് കൊടുത്തത്. അപ്പം ഹൈക്കോടതി പറയുകയും ചെയ്തു അമ്പല പരിസരം കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ളതും. ആ തെറ്റെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിചാരിച്ചത് മുട്ട ഉപയോഗിക്കാത്ത കേക്കായതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ അത് മറ്റുള്ളവരുടെ ആചാരമാണ്, ക്രിസ്ത്യൻസിന്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യല്, അത് നടയിൽ വന്ന് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അങ്ങനെ ഈ ഹൈക്കോടതി പറഞ്ഞു ഇനി അവിടെ ഫോട്ടോയും വീഡിയോസൊക്കെ നിയന്ത്രണവും നടത്തി. അപ്പൊ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും ഫോട്ടോഗ്രാഫി അലോഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കഴിഞ്ഞ ഉത്സവത്തിന്റെ അന്ന് എനിക്കൊരു നേർച്ച എന്നുള്ള രീതിയിൽ ഞാൻ ജപമാല ചാർത്താന്നുണ്ടായിരുന്നു, ഹരേ കൃഷ്ണ എഴുതിയിട്ട്. അപ്പൊ ഞാൻ 101 ഹരേ കൃഷ്ണ എഴുതി ഒരു മാല പോലെ കോർത്ത് പല പല വർണ്ണക്കടലാസുകളിലും, വെറും വൈറ്റ് പേപ്പർ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പല പല വർണ്ണക്കടലാസുകളിലാക്കിയിട്ട് ഹരേ കൃഷ്ണ എഴുതി അത് കൊണ്ടുപോയി ഞാൻ മുമ്പിലെ നമ്മുടെ സ്കാനറൊക്കെ വെച്ച ഒരു ഇതിന്റെ മുകളിലൊരു കൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ചാർത്തുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. അതും വാങ്ങി ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് പിന്നെ റോഡ് സൈഡിൽ എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത്. അപ്പൊ കൂട്ടം കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കല്ല എന്താണ് എന്നുള്ളത്. അപ്പൊ നോക്കുമ്പോൾ റോഡ് സൈഡിൽ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ കണ്ണനെ കണ്ടാൽ തിരിഞ്ഞു നടക്കാത്ത ഒരാളാണ്. കണ്ണനെ കണ്ടാൽ ഒന്ന് കണ്ണന്റെ അടുത്ത് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പൊ ഞാൻ എന്താക്കി, ഞാനും പോയി കണ്ണനെ കാണാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്ത് കണ്ണനൊരു ഉമ്മയും കൊടുത്തു. കണ്ണൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാല് ഞാൻ ചിത്രവര രംഗത്തേക്ക് ഇറങ്ങിയിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തോളം ഞാൻ വരച്ചത് കുഞ്ഞു കണ്ണന്മാരാണ്. എന്ന് വെച്ചാൽ ഒരു 3 വയസ്സിന് താഴെയുള്ള എന്ന് തന്നെ പറയാം, അത്രയുള്ളൊരു കണ്ണന്മാരെയാണ് ഞാൻ വരച്ചത്. അപ്പൊ എന്റെ മനസ്സിന്റെ ഉള്ളില് എന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥാനമാണ് കണ്ണന്. അപ്പൊ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കണക്കാക്കുന്നതാ കണ്ണന്. അങ്ങനെയാണ് ഞാൻ കണ്ണന് ഉമ്മ കൊടുക്കുകയും ചെയ്തത്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോസ്റ്റ് ചെയ്തു,
ജസ്ന സലീം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ വെച്ച കണി എൻ്റെ പേരിലാക്കി. ഞാൻ റോഡ് സൈഡ് കണിക്കൊരു മഹത്വമുണ്ടോലെ, ആ മഹത്വം മനസ്സിലാക്കാതെ റോഡ് സൈഡിൽ ജസ്ന സലീം കണ്ണന് കണി വെച്ചു എന്ന്. കണിക്ക് മഹത്വം ഉണ്ടെങ്കിൽ അത് അയിന്തവരെയല്ലേ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ഞാനല്ലല്ലോ വെച്ചത്. അപ്പൊ ഇവര് ഞാനാ വെച്ചത് എന്ന് പറഞ്ഞ് കണിക്ക് മഹത്വമുണ്ട് എന്ന് പറയുന്നത്. അതെന്നാ വർഷങ്ങളായിട്ട് ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ റോഡ് സൈഡ് കണി കാണാറുണ്ട്. ഇവരെന്തുകൊണ്ട് അവരോട് ആരോടും പറഞ്ഞു കൊടുത്തില്ല? പിന്നെ അതേ ജസ്ന സലീമിന്റെ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ഈ കുട്ടിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ണി ഇത് ഞാനല്ല എന്ന് പറയുന്നത് പോലെ ഉണ്ട് കേട്ടോ. ജസ്ന സലീമിന്റെ ഈ വീഡിയോസും ഷോർട്സും കണ്ടിട്ടുള്ളവര് റിപ്ലൈ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് ജസ്ന സലീമാണെന്ന് തോന്നിയോ? ഭഗവാനെ, എന്തോ ഒരു അഭിനയ, ഇത്രയും തന്മയത്വത്തോടുകൂടിയൊക്കെ സംസാരിക്കുമോ കുട്ടി? കുട്ടി കേക്ക് മുറിച്ചപ്പോൾ കുട്ടി അറിഞ്ഞില്ലായിരുന്നു പോലെ. ക്രിസ്ത്യൻ ആചാരമാണ് കേക്ക് മുറിക്കുന്നതെന്ന്, ഹിന്ദുക്കൾ കേക്ക് മുറിക്കില്ലെന്നാ കുട്ടിക്ക് അറിയില്ലായിരുന്നു പോലും. ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഇല്ല കേക്ക് മുറിക്കുന്നതിനകത്ത്. കേക്കിൽ മുട്ട ചേർത്താണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. അത് ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവന്ന് മുറിച്ചു, അത് ക്ഷേത്രത്തിനകത്ത് കയറി നടപ്പന്തലിൽ വെച്ച് മുറിച്ചു, അതാണ് തെറ്റ്. അതിനാണ് ഹൈക്കോടതി ബാൻ ചെയ്തത്. അതുപോലെ തന്നെ ഭഗവാന്റെ അവിടെ നിരോധിച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഈ കുട്ടിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, ജപമാല ഭഗവാന് കൊടുക്കണം എന്ന്. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ, അതുണ്ടല്ലോ, രാമരാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് നമ്മൾ ഇതെഴുതുമല്ലോ ഭഗവാന്റെ കൃപ. അതിന് 108 പ്രാവശ്യം 101 തവണയാണ്ട് എഴുതണമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേർച്ച വിവിധ വർണ്ണക്കടലാസുകളിൽ എഴുതിയിട്ട് കുട്ടി നമ്മുടെ ഭഗവാൻ ഫ്രണ്ടിലുള്ള ഭഗവാൻ, കൃഷ്ണ ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുവന്ന് ചാർത്തി കൊടുത്തു. അത്രേ കുട്ടി തെറ്റ് ചെയ്തോളൂ. അത് തെറ്റല്ല, അത് ചെയ്തത് തെറ്റല്ല. പക്ഷേ അത് ഞാൻ ചെയ്തത് റീച്ചിന് വേണ്ടിയിട്ട്, അതായത് ഹൈക്കോടതി അവിടെ ബാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ചാനൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് കാണാനായിട്ട് ആളുകൾ കൂടും. അപ്പോഴത്തേക്കും എൻ്റെ ഷോർട്സ് കാണാൻ ആൾ വരും. അപ്പോൾ അതായിരുന്നു കുട്ടിയുടെ ഉദ്ദേശം. കുട്ടി അത് വിജയിച്ചു, ഇത്രയേ ഉള്ളൂ. ഈ ജസ്ന സലീമിൻ്റെ ഷോർട്സിൽ ഇതിനെതിരെ കമൻസ് ഇടുന്ന ഓരോരുത്തരെയും പറയുന്ന വേർഡ്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അവളാണ്, ആ കുട്ടിയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഇത്രയും ലളിതമായി എന്ത് പറയേണ്ട, ഞാനൊക്കെ ഒരു പഞ്ചപാവം നടന്നു പോയ കല്ലിന് പോലും വേദനിക്കരുതെന്ന് പറഞ്ഞ് ചെയ്യുന്ന കുട്ടിയാണത് കേട്ടോ. എന്നിട്ട് പറഞ്ഞ കേട്ടോ, കുട്ടി അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ എന്താ, ആൾക്കൂട്ടം കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, കൊച്ചങ്ങനെ പോയി നോക്കി. അപ്പോഴുണ്ട് അവിടെ കൃഷ്ണനെ ഒരുക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ഭഗവാന്. അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഭഗവാനെ എന്തോ ഇത് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. എന്താ കാര്യം? എൻ്റെ കുഞ്ഞാണ് കൃഷ്ണൻ. കാര്യം ഞാൻ 12 വർഷം, ഇത് ഞാനല്ല, ഇത് ജസ്ന സലീം പറയുന്നതാണ്. 12 വർഷം കൊണ്ട് പടം വരയ്ക്കുന്നുണ്ട്, ചിത്രരചനയിലേക്ക് ഇറങ്ങിയിട്ട്. ആ 12 വർഷം കൊണ്ട് ഞാൻ വരച്ചേക്കുന്ന ചിത്രങ്ങളെല്ലാം ഉണ്ണിക്കണ്ണൻ്റെയാണ്, 3 വയസ്സിന് താഴെയുള്ള. അപ്പോൾ എൻ്റെ കുഞ്ഞു വാവയാണ്, അതുകൊണ്ടാണ് ഞാൻ ഭഗവാൻ ഉമ്മ കൊടുത്തതെന്നാണ് പറഞ്ഞത്. അതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നടു റോഡിൽ കണി ഒരുക്കി ഞാൻ താണ്ടെ എല്ലാവരെയും വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള റീൽസൊക്കെ ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. പിന്നെ ഹിന്ദുമതത്തിൽപ്പെട്ടവരെ എല്ലാവരെയും തന്തയുടെ വകയാണോ, തറവാട്ട് സ്വത്താണോ, അതൊക്കെ ചോദിക്കേണ്ട അവകാശവും അധികാരമൊന്നും ഇല്ല. ഒരു പ്രശ്നമാകരുത്. നമ്മൾ മതേതര രാഷ്ട്രമാണ്. നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതാചാരം നടത്താനും ഒക്കെയുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. അത് ഇസ്ലാമുകളായാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുക്കളായാലും ശരി. അപ്പം മതവർഗീയത ഉണ്ടാക്കി അതിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ജസ്ന സലീമിനുള്ളത്. ജസ്ന സലീമിനെ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒന്ന് കാണിച്ചു തരാമോ ഈ സംഭവത്തെ? ജസ്ന സലീം പറയുന്നുണ്ട്, എന്നെ നശിപ്പിച്ചത് BJPക്കാരും സംഘികളും ചേർന്നാണ്. BJP അണികളാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായത്, RSSകാരാണ് എന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ BJPയിലെ ഉന്നത നിലവാരത്തിലുള്ള ഹൈ ക്ലാസ് വ്യക്തികളെല്ലാം എനിക്ക് അനുകൂലമാണ്. പിന്നെ നരേന്ദ്രമോദിക്ക് ചിത്രം കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത് അല്ലേ? പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ, അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇത്രയും ഉണ്ടായത്. അതേപോലെയൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ ആക്ഷേപിക്കാൻ കൊള്ളാവോ? എന്തോ പറയാനാ. പിന്നെ പറയുന്നുണ്ട്, സുരേഷ് ഗോപി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇത്രയും ഞാൻ സ്നേഹിച്ച വ്യക്തിയായിട്ട് സുരേഷ് ഗോപി എന്നെ തിരിഞ്ഞു നോക്കിയില്ല. സുരേഷ് ഗോപിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്. ജസ്നയുടെ പ്രശ്നം ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ സുരേഷ് ഗോപിക്ക്? പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും സുരേഷ് ഗോപി ഒന്നും നോക്കിയില്ല എന്ന്. ജസ്ന എവിടെയോ കിടക്കുന്ന തൃശ്ശൂർ
എവിടെയോ കിടക്കുന്ന ജസ്ന സലീം ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി വിളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? പോട്ടെ, സുരേഷ് ഗോപി വിളിച്ചില്ല, എൻ്റെ ആങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് സുരേഷ് ഗോപി എടുത്തില്ല. 50,000 രൂപ എനിക്ക് ഞങ്ങൾ ആരെങ്കിലും ജസ്നയോട് പറഞ്ഞോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാൻ? ഇല്ലല്ലോ. ജസ്നയ്ക്ക് ആഗ്രഹം തോന്നി, ജസ്ന ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ബേബി മെമ്മോറിയൽ കൊണ്ട് കാശ് കൊടുത്തു. നമ്മളാണോ കാരണക്കാരി? അല്ല. അപ്പം അതിനൊക്കെ പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവനവൻ ഓരോ കുറ്റങ്ങൾ ചെയ്തു വെച്ചിട്ട് അതിനൊക്കെ മറ്റുള്ളവരുടെ മണ്ടയിൽ വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ജസ്ന സലീം ഇപ്പോഴും പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ കൃഷ്ണൻ്റെ ക്രൂരമ്മയാണ് എന്നാ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു, എന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റത്തില്ലയോ, ഞാൻ ഈ തട്ട് അങ്ങോട്ട് അഴിച്ചു വെക്കും, എന്നിട്ട് ഇതാ ഒരു പൊട്ട് ഇട്ടൊരു കുറി ഇട്ടിട്ട് അങ്ങോട്ടും ചെല്ലുമെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ ജസ്ന സലീമിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. പിന്നെ സ്വന്തം മതത്തിലുള്ളവരാരെങ്കിലും ജസ്നെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇത്രയും അനുഗ്രഹീത കലാകാരി എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരുപാട് പേര് തലയിൽ ഉയർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് അതെല്ലാവരും എടുത്ത് തറയിലിട്ട്. നിങ്ങൾക്കുള്ള ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവിൽ നിങ്ങളുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? റീച്ച് ഉണ്ടാക്കുക. നെഗറ്റീവായിട്ട് വന്നാൽ മാത്രമേ റീച്ച് കൂടൂ നിങ്ങളോട് ആരോ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ കളിക്കുന്ന കളി മൊത്തം. സത്യമല്ലേ? അതെ, അതാണ് ഇവിടുത്തെ സത്യം. പച്ച പരമാർത്ഥം. എന്തായാലും അവരുടെ കുറച്ച് ഭാഗങ്ങളൂടെ നമുക്ക് കാണാം. നല്ല രസം ഇന്റർവ്യൂ കേട്ടോ. നമുക്ക് കുറച്ച് ഭാഗങ്ങളൂടെ കണ്ടിട്ട് വരാം. ആയിട്ട് ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ റോഡ് സൈഡ് കണി കാണാറുണ്ട്. ഇവരെന്തുകൊണ്ട് ആരോടും പറഞ്ഞു കൊടുത്തില്ല? പിന്നെ അതേപോലെ അടുത്ത പറയുന്നത് എന്താ വെച്ചാല്, ഇവള് കണ്ണന് ഉമ്മ കൊടുക്കാൻ ഇവളുടെ ഭർത്താവാണോന്ന്. ഈ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ ഉമ്മ ഭർത്താക്കന്മാർക്ക് മാത്രമാണോ കൊടുക്കാറ്? ഞാൻ ഉമ്മ കൊടുത്ത എൻ്റെ കുഞ്ഞിനെ പോലെ കണ്ടിട്ട്, എൻ്റെ സ്വന്തം മകനെ അല്ലെ മകളെ പോലെ കണ്ടിട്ടാണ് ഞാൻ കണ്ണനൊരു ഉമ്മ കൊടുത്തത്. അപ്പോൾ ഇവളുടെ ഭർത്താവാണോ കണ്ണന് ഉമ്മ കൊടുക്കാനെന്ന്. പബ്ലിക്കിൻ്റെ ഇടയിൽ കണ്ണനെ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ് നമ്മളെന്താ പബ്ലിക് ആണെന്ന് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് നമ്മൾ ഉമ്മ കൊടുക്കാതിരിക്കുമോ? ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത്രത്തോളം മറ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിയ തെറ്റാണോ ഇത്? ഞാൻ എൻ്റെ കണ്ണനെ കണ്ടു, എൻ്റെ കണ്ണന് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. ആ കണ്ണനെ ഞാൻ കൂടെ നിന്നൊരു വീഡിയോ എടുത്തു, ഒരു ഉമ്മയും കൊടുത്തു. അതിപ്പം വലിയ വിവാദമായി. അവര് ഇനിയും കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണോ അല്ലെ? കണ്ണന നടു റോട്ടിൽ കണി വെച്ചു, അപമാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുത്തോളൂ. കാരണം ആ പരിസരമൊക്കെ CCTV ഉള്ളതാണ്. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പോയി വന്നതാണ്. അവിടെ ഗുരുവായൂർ പോലീസുകാരൊക്കെ ആ പരിസരത്തുള്ളതാണ്. അവരന്വേഷിക്കാതെ കേസെടുക്കൂലോ. അവരന്വേഷിച്ചിട്ട് ജസ്ന സലീം കണ്ണനെ അപമാനിച്ച് റോഡ് സൈഡിൽ കണി വെച്ചിട്ടുണ്ടേ നിങ്ങൾ കേസെടുത്തോളൂ, എനിക്കൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രമേൽ വ്യാജ പ്രചരണങ്ങളാണ് എന്നെക്കുറിച്ച്. സംഭവം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു തെറ്റുപറ്റി. ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ല. ഇനി എൻ്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്ന ഹിന്ദുക്കൾ അല്ല ക്രിസ്ത്യൻസിൻ്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിൻ്റെ ആചാരമാണെന്നൊന്നും. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല, എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും. അപ്പം ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതുമേലാണ് ഇത്രത്തോളം വിഷയം എനിക്ക് വന്നത്. നിങ്ങൾ ഈ നിരന്തരമായി ഇതര മതസ്ഥയാണ്, നിങ്ങൾ മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ നിരന്തരമായി ഈ ആചാരങ്ങൾ ലംഘിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ആദ്യം കേക്ക് മുറിക്കുന്നതായാലും, രണ്ടാമത് മാല ചേർത്തുന്നതായാലും, മൂന്നാമത് വഴിയരികിൽ കണിയെടുക്കുന്നതായാലും ഇതെല്ലാം ആവർത്തിക്കുന്നു. ഇതെല്ലാം വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലിട്ട് ആളുകളെ കാണിക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ഈ എതിർക്കുന്നവർ പറയുന്നത്. ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എൻ്റെ മതസ്ഥരെന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ്. ഇവരെല്ലാവരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ? എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ്. 2016 തൊട്ടിട്ട് എന്നെക്കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ജസ്ന സലീം എന്ന് അടിച്ചാൽ എൻ്റെ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പം ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എൻ്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂ എന്ന് പറയില്ലേ,
അങ്ങനെയായിരുന്നു ഞാൻ അതിനെ കണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതൊരു പബ്ലിസിറ്റി അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പബ്ലിസിറ്റികളുണ്ട്. പക്ഷെ ഞാൻ ഇത്ര മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ. ഞാൻ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് സമൂഹം അറിയണം. എന്നെക്കുറിച്ച് ഇത്രയും കാലം പുറം ലോകം അറിഞ്ഞത് ഇതേ വീഡിയോസിലൂടെയാ. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടാണ് ഇതേ വീഡിയോസിൽ കൂടെ കണ്ണന്റെ പേരിൽ തന്നെയാണ് ഞാൻ പുറം ലോകം അറിയപ്പെട്ടത്. അതേ കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പെന്ന് വെച്ചാല് മുസ്ലിം മതസ്ഥരെന്നില്ല, ഹൈന്ദവരെന്നില്ല, രണ്ടുപേരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നെ. അന്ന് തൊട്ടിട്ട് എൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. പിന്നീട് സത്യം പറയാലോ, ഈ BJPക്കാരും RSSകാരും തന്നെ അതിൽ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. കുറേ BJPയിലും RSSയിലും ഒക്കെ ഉള്ള ആൾക്കാർ നിരന്തരം എന്നെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി, അത് എൻ്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ശശികല ടീച്ചർ ഇട്ട്. അപ്പം ഞാൻ ശശികല ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നല്ല കണി ഒരുക്കിയത്, ആരോ കണി ഒരുക്കിയെടുത്ത് ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളൂ, കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ചിലർ ചോദിക്കും, ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എൻ്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതേ അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവാക്കിയിട്ട് ഇവർ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് നിങ്ങൾ ഈ കണ്ണന്റെ പടം വരയ്ക്കാൻ തുടങ്ങുന്നു, ഇങ്ങനെ നിങ്ങളുടെ മതത്തിലെ ആളുകളെ തള്ളിപ്പറയുന്നു, അപ്പോൾ വലിയ സ്വീകാര്യതയായിരുന്നു അല്ലേ? ഇപ്പോൾ RSSന്റെ നേതാക്കളായാലും അല്ലെങ്കിൽ പ്രവർത്തകരോ BJPക്കാരൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു ഇല്ലേ? പിന്നീട് അത് എന്താണ് ഈ കൈവിടാനുള്ളൊരു കാരണം? അവർ പൂർണ്ണമായും നിങ്ങളെ തള്ളി പറയാനുള്ള കാരണം? ഞാനൊരു കാര്യം പറയട്ടെ, ഈ RSS BJP എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് നേതാക്കന്മാരുമായിട്ട്. ഇപ്പം സുരേഷ് ഗോപി ആണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദമാണ്, അതേപോലെ MT രമേശ് ഏട്ടന്, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആളുകൾ, കുമ്മനം രാജശേഖരേട്ടൻ, ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ RSSന്റെയും BJPന്റെയും നേതാക്കന്മാരല്ല എന്നെ ഇതാക്കുന്നത്, അണികള് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാൻ RSSകാരിയാണ് അല്ലെ ഞാൻ BJPക്കാരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇവിടെ വീടിന് മുമ്പിൽ ആദ്യം ഓടിയെത്തിയത് ഈ അടുത്തുള്ള BJP ആൾക്കാർ തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് ഇതുവരെ എന്നോട് ഒരു മുഷിപ്പ് രീതിയിൽ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ RSSും BJP ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവർ നിരന്തരം എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കണമെന്നുള്ള വാശിയോടുകൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത്. ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിക്ക് കാണാനല്ലേ, ഇപ്പോൾ അത് ഞങ്ങൾക്കൊണ്ടും പറ്റും. പക്ഷെ പറ്റുന്നവർ പറയുന്നേ ഉള്ളൂ, അവരിതുവരെ പോയിട്ടില്ല. അതിന്റെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയാച്ച കുശുമ്പ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് സ്ത്രീകൾ ഉള്ളത് പറയാലോ, BJP ആണ് RSS ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകൾ നിരന്തരം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയെന്ന് ഞാൻ തുറന്നു പറയുന്നു, ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അവർക്ക് തെറ്റ് പറ്റിയല്ലോ, ആ പറ്റ് അവർക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ അതുമ്മലിങ്ങനെ ചൊറിഞ്ഞ് ഞാൻ മോശക്കാരിയാണ് എന്ന് അവരങ്ങ് തീരുമാനിച്ചതാ. അവർക്കത് അങ്ങനെ ആവാവൂ എന്ന് നടക്കുന്ന കുറച്ച് BJPന്റെ RSSന്റെ ആൾക്കാർ. സലീം ഇപ്പോഴും അവർ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവർ ചെയ്തതെല്ലാം ശരിയാണ്, നമ്മുടെ ആളുകളാണ് തെറ്റ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് തെറ്റ്. അവർ ശരി തന്നെയാണ്, അവരുടെ തെറ്റ് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂസ് 18 കേരളയിൽ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ വിശ്വാസം മാറിയിട്ട് അങ്ങ് അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിനകത്ത് കയറിക്കൂടെ, നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ലല്ലോ. അപ്പോൾ എൻ്റെ ചുറ്റുപാടുള്ളവരെ നോക്കണ്ടേ, എൻ്റെ ഉമ്മായി നോക്കണ്ടേ, പാപ്പായെ നോക്കണ്ടേ, എൻ്റെ മക്കളെ നോക്കണ്ടേ, എൻ്റെ ഹസ്ബൻഡിനെ നോക്കണ്ടേ എന്ന് പറയും. ഇവരെയൊക്കെ വിശ്വാസമുള്ളവർ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത്? അത്രയേ ഉള്ളൂ.
അതുപോലെ തന്നെ അവരല്ല കണി ഒരുക്കിയവരെ കുറ്റം പറയണം. അവരാണ് കണി ഒരുക്കിയതെന്ന് പറഞ്ഞാണ് കണിക്ക് ഇത്ര പ്രാധാന്യമുണ്ട്, നടു റോഡിൽ ഇങ്ങനെ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും അവരെ അതിക്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെ മതത്തിൽ നിന്ന് പോലും അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നു. പള്ളിക്കമ്മിറ്റിക്കാർ ഈ പള്ളിക്കമ്മിറ്റിക്കാരും അമ്പലക്കമ്മിറ്റിക്കാരും ഒക്കെ എല്ലാവർക്കും ചെലവിന് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല, ഇതിൻ്റെ പേരിൽ അവരെ മകനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? എന്നിരുന്നാലും ജസ്ന സലീം ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റ് തന്നെയാണ്. ഇപ്പോഴും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അവരുടെ ഒരേ ലക്ഷ്യം ഇങ്ങനെ വൈറലാവുക, ഈ വൈറലാവുക എന്നുള്ള കാര്യം. പക്ഷെ ഇവർ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഇവർ ഈ ആളുകൾ അറിയപ്പെടുന്നുണ്ട്. ഈ അറിയപ്പെടുന്ന തെറ്റായ രീതിയിലാണ്. നല്ല പോസിറ്റീവായിട്ട് അറിയപ്പെടുന്നത്, നെഗറ്റീവായിട്ട് അറിയപ്പെടുന്നത് ഏതാണ് നല്ലത്? നെഗറ്റീവായിട്ട് അറിയപ്പെടുന്നതാണോ അവർക്ക് ഇത്ര ഇഷ്ടം? എല്ലാത്തിനും എതിര് പറഞ്ഞുകൊണ്ട്, നമ്മൾ പറയുമല്ലോ, എല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട്, എല്ലാത്തിനും എതിരെ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്താൽ എന്ത് പറ്റും എന്നുള്ള രീതിയിലാണ് അവരുടെ നടപ്പ്. എന്തായാലും ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക. ഇത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു രീതിയിൽ ഇത് അവസാനിക്കില്ല. ചിലപ്പോൾ രണ്ട് മതവിശ്വാസങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വരെ നിങ്ങൾ കാരണമായി തീരും. ഇപ്പം തന്നെ ഈ നിങ്ങൾ കാരണമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ആ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ നിന്ന് പിക്ചേഴ്സ് എടുക്കുക, വീഡിയോസ് എടുക്കുകയും നമ്മുടെ മക്കൾസിനെ കൊണ്ടുനിന്ന് കളിപ്പിക്കുകയും ഭഗവാന്റെ മുമ്പിലൊന്ന് ഓടുന്നത്, ചാടുന്നത്, നമുക്ക് ആ ഒരു മഞ്ചാടി വാരുന്നത്, കളിക്കുന്നത്, മയിൽപ്പീലി കൊണ്ട് ഓടുന്നതൊക്കെ ഓരോ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളൊക്കെ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷം കൊള്ളുന്നവരാണ് നമ്മളൊക്കെ. അവരിപ്പം ഞങ്ങൾ 21-ാം തീയതി വീണ്ടും ഗുരുവായൂർ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവകാശമില്ല. കാര്യം അതിവർ നശിപ്പിച്ച് കളഞ്ഞു. ഇനിയും നിങ്ങൾ ഓരോന്ന് ചെയ്ത് അവരെ ഇനി വിശ്വാസികൾ അവിടെ കേട്ടുന്നത് പോലും വേറെ രീതിയിലാക്കി മാറ്റരുത്. ഇനി പറയുന്നത്, ഇനി ആധാർ കാർഡ് കൊടുത്ത് കയറേണ്ട ഒരു അവസ്ഥ വരുത്തരുത് ഭഗവാനെ ഓർത്ത്. കാര്യം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതിനെതിരെ കേസുകളും മറ്റു കാര്യങ്ങളും ആകുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് വീണ്ടും സ്ട്രിക്റ്റ്. ഒന്നാമതേ ഗുരുവായൂർ സ്ട്രിക്റ്റ് ആണ്, വീണ്ടും സ്ട്രിക്റ്റ് ആവും. ഈ ആചാരങ്ങൾ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ വീണ്ടും ആചാരങ്ങൾ കർക്കശമാകുന്നത്. ഇങ്ങനെ ആക്കി മാറ്റരുത്. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഓടിക്കളിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്, ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. നിങ്ങളായിട്ട് ഇനിയും നശിപ്പിക്കരുത്. ഇനിയെങ്കിലും ആ പരിസരത്തോടുള്ള പോക്കൊന്ന് ഒഴിവാക്കി തരണം. അതൊരു അപേക്ഷയാണ്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.